അങ്ങനെ നമ്മളിപ്പം പോകുന്ന സ്ഥലം ഏടാന്ന് ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏടാന്നല്ലേ, നമ്മളെ മുരുകനെ കാണാൻ തന്നെ കേട്ടോ പോകുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തി. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ട് ഇനി ഈ ഒരു ബസ് കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. നടന്ന് പോകേണ്ട ആൾക്കാർക്കൊക്കെ നടന്ന് പോവുക. ഈ ബസ് കയറുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാ അവിടെ കുറേ ആൾക്കാർ വരിക്കുന്നില്ലേ അവിടെ നിന്ന് തന്നെ. ഏകദേശം ഞങ്ങൾ എടുത്തൊരു ടിക്കറ്റിൻ്റെ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ഉറുപ്പ്യാണ്. ഇവിടുന്ന് ഹായ് എവിടെയാണെന്നൊക്കെ വേറെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേരളാവൂരിൽ നിന്ന് വന്നിരിക്കേ എന്ന് പറഞ്ഞു. എൻ്റെ തമിഴ് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിക്കും, ഭയങ്കര ഞെട്ടലായി പോയിക്കും എൻ്റെ ഞെട്ടൽ. അപ്പോൾ ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ബസ്സിലേക്ക് കയറണം. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ ഫുള്ളായാൽ മാത്രമേ ഈ ഒരു ബസ് എടുക്കും, അത് വേറെ വിഷയം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. പോകുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അതുകൊണ്ടാണ് നടന്നു പോകേണ്ടവർക്കൊക്കെ നടന്നു പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. കുറേ ആൾക്കാർ ഓടുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുടയൊക്കെ എടുത്ത് പോയതിനെ കൊണ്ട് കുട ഒരു ബൈക്ക് പോകാൻ എന്തൊരു ബൈക്കായിക്ക്. കാരണം എന്ന് വെച്ചുകൊണ്ട് അത്രയും മഴയും മലേൻ്റെ മുകളിലാണ് ഈ ഒരു സംഗതി ഉള്ളത്, അത് മുരുകൻ. അപ്പം നമ്മൾ ഈ പടിയൊക്കെ കയറിയിട്ട് നേരെ പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്ത്, വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും കാര്യങ്ങളും അറിയിക്കുക. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ പോവുക. ദിവാൻ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിവാൻ്റെ പേര് പറയരുത് ദിവാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ദിവാൻ്റെ പേരിങ്ങ് പറഞ്ഞേക്കാം. കണ്ടോ ഈ മലേൻ്റെ മുകളിൽ ഇത്ര നല്ല അടിപൊളി വ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ദിവാൻ്റെ നിർബന്ധപ്രകാരം അവന് മുരുകനെ കാണാൻ വേണ്ടി പോകണമെന്നാണ്. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് കണ്ടേ, നമ്മൾ നേരെ ഇറങ്ങിയ പാടെ തന്നെ ഈ ഒരു കപാടാണ് കാണുന്നത്. ഇതിന്ന് നേരെ സൈഡിലേക്ക് പോയിട്ട് നോക്കിയാൽ ഇത്രയും അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ കേരളത്തിലുള്ള വീഡിയോ മാത്രമല്ല എടുക്കുക, അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ട് എടുക്കുമെന്നൊക്കെ അറിയിക്കുക കേട്ടോ ഞങ്ങൾ. ഓ എന്ത് രസമാണെന്നറിയാം. ആരെയും പോയിക്കണ്ടേ പറയാൻ മറക്കരുതേ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ദിവാൻ എന്തോ ഒരു ആവശ്യത്തിന് വന്നതിനും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. പോകുന്ന സമയത്ത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നേരെ പോയിട്ട് നോക്കിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. അത് അവിടെ നിന്നാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് പോയിട്ട് ഇവിടുന്ന് താഴോട്ട് നോക്കുന്നേരം കണ്ട കാഴ്ച ഇതാണ്. ഓ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. എല്ലാ മതക്കാർക്കും പോകാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നും കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.